ഞങ്ങൾ ബോയ്സ് വന്നിരിക്കുന്ന ഗേൾസിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ ഗേൾസ് എല്ലാവരും ഈ ബോയ്സിൻ്റെ പടം കാണണം. ഒരു പെൺതരി പോലും ഇല്ലാത്ത മഞ്ഞുമൽ ബോയ്സിന് പ്രമോഷനിൽ ഇത്രയും പവർ പാക്ട് ആയ ക്രൗഡിന്റെ മുന്നിൽ നമ്മൾ തുടങ്ങുകയാണ്. സക്സസിന്റെ പറയുന്നത് എപ്പോഴും ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകൾ കൂടുതലുള്ള കോളേജിൽ പോകണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. നമസ്കാരം. ഞാനിവിടെ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു മെമ്പർ പോലെ തന്നെയാണ്. എല്ലാ ഫംഗ്ഷനിലൂടെ വരാറുണ്ട്. ഇവിടുന്നാണ് എല്ലാവിധ സപ്പോർട്ടും തുടക്കം തന്നെ കിട്ടാറുള്ളത്. അതുകൊണ്ട് STCൻ്റെ ഭയങ്കര ലക്കി ഒരു പോയിന്റാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ബോയ്സ് വന്നിരിക്കുന്ന ഗേൾസിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ ഗേൾസ് എല്ലാവരും ഈ ബോയ്സിൻ്റെ പടം കാണണം. Thank you. It's always nice to come to STC. How are you doing? Yes. So trailer കാണാം and please എന്താണ് അല്ലേ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ്. No, thank you for inviting us and it's a blessing to come here and start off promotions. അപ്പോൾ വേറെ ഒരു ഡിസിഷൻ ഇല്ലായിരുന്നു. സേന്ദ്ര സാസിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. This is our first trip together to promote the film. താങ്ക് യു ചിദംബരം, ഡയറക്ടർ, പ്രൊഡ്യൂസർ സൗബിൻ സാഗർ. ഒരു പെൺതരി പോലും ഇല്ലാത്ത മഞ്ഞുമൽ ബോയ്സിന് പ്രമോഷനിൽ ഇത്രയും പവർ പാക്ട് ആയ ക്രൗഡിന്റെ മുന്നിൽ നമ്മൾ തുടങ്ങുകയാണ്. ഇത് Day 1 പ്രൊമോഷനാണ്. ഇവിടെ നിന്നാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും അതിനേക്കാൾ കൂടുതൽ സ്നേഹവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ തവണയാണ് STC വരുന്നത്. ഫസ്റ്റ് ആനന്ദത്തിനാണ് വന്നത്. സോ ഇത് രണ്ടാമത്തെ തവണ. അപ്പോൾ നമ്മുടെ പടം എല്ലാം പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. വെരി ഹാപ്പി ടു ബി ഇൻ STC. ആദ്യമായിട്ടാണ് ഈ കോളേജിൽ നിന്ന് വരുന്നത്. കൊള്ളാം. സോ എല്ലാവരും സിനിമ കാണണം. ആൻഡ് താങ്ക് യു ഫോർ ദ ഇൻവൈറ്റ് ആൻഡ് പ്ലീസ് വാച്ച് ദ ട്രെയിലർ. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയത്. കാരണം ഞാൻ സൈക്കിൾ ഡാൻസിലാണ് പഠിച്ചത്. അന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ വരാൻ, പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചു, അപ്പോഴും പറ്റിയില്ല. ഇപ്പോൾ അത് ഇങ്ങനൊരു ഭാഗത്ത് കാര്യമായിട്ട് വരാൻ പറ്റി. ഇതിൻ്റെ ആദ്യത്തെ പ്രൊമോഷനാണ്. ഞാൻ എവിടെയും പോയിട്ടില്ല, എനിക്ക് പേടിയാണതൊക്കെ. പക്ഷെ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ വന്നതാണ്. ഭയങ്കര കഷ്ടപ്പെട്ട് നമ്മൾ എടുത്തൊരു സിനിമയാണ്. സോ ഓൾ മൈ താങ്ക്സ് ഗോസ് ടു മൈ പ്രൊഡ്യൂസർ ഫസ്റ്റ് സൗബിക. സൗബിക ഇല്ലെങ്കിൽ, അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ, ഹു നോസ് ദ വാല്യൂ ഓഫ് ദ ഫിലിം, ഈ സിനിമ നടക്കില്ല. കാരണം നിങ്ങൾക്ക് ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വി ഹാവ് ലൈക്ക് ട്രൈഡ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. എനിക്ക് കുറേ ആൾക്കാർക്ക് നന്ദി പറയാൻ. പിന്നെ ഓൾ മൈ ബോയ്സ്, ഈ പടത്തിലൂടെ നിങ്ങൾ എല്ലാ പരിപാടിക്കും കട്ടക്ക് നിന്ന് മൈ ബോയ്സ് ഫോർ ലൈഫ്, ഡേ ആൻഡ് നൈറ്റ്, എവറി ടൈം മൈ ബോയ്സ്. ആൻഡ് അതാണ് എനിക്ക് പറയാറ്. ആൻഡ് മൈ മ്യൂസിക് ഡയറക്ടർ സുഷിൽ, എവറി ഡിപ്പാർട്ട്മെന്റ്. കുറേ ആൾക്കാർ ഇവിടെ ഇല്ല. ഇവിടെ ബാലു വന്നിട്ടില്ല. ബാലു ഇസ് അറ്റ് ഷൂട്ട്. സോ വി ആർ മിസ്സിംഗ് ഹിം. ആൻഡ് താങ്ക്സ് ഫോർ എവറി വൺ ആൻഡ് ഹു മേഡ് ദിസ് ഹാപ്പൻ. ആൻഡ് പ്ലീസ് ഡു വാച്ച് ദ മൂവി. താങ്ക് യു. നമസ്കാരം. ഞങ്ങൾ ആദ്യം ഏത് കോളേജിൽ പോകണമെന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് കോളേജ് വന്നായിരുന്നു. പക്ഷേ ഒരു മനുഷ്യന്റെ പിറകിൽ, സക്സസിന്റെ പിറകിൽ എപ്പോഴും ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകൾ കൂടുതലുള്ള കോളേജിൽ പോകണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സിന്റെ സക്സസിന്റെ പുറകിലുള്ള സ്ത്രീകൾ നിങ്ങളാണ്. നന്ദി. സൗബികയ്ക്കും ചിന്തുവിനും, ഷോൺ ചേട്ടൻ, ബാബു, സൗബിക്കയുടെ വാപ്പ, ബാബുക, എല്ലാവരോടും നന്ദി. നിങ്ങളോടും നന്ദി.
എനിക്കതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഒരു ആക്ടറായിട്ടും ഒരു ഡയറക്ടറായിട്ടും ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ? ഫിലിം അതൊരു കൊതിയാണ് ചെറുപ്പം. വീട്ടിൽ പാപ്പ ഫിലിം ഉണ്ടാകും. പാപ്പനെ കണ്ട് ചെറുപ്പത്തിലൊക്കെ വിചാരിച്ച പാപ്പ ഗൾഫിലാണെന്നാണ് കണ്ട് ഷൂട്ട് ചെയ്യുന്നത്. ഇടയ്ക്കൊരു വെള്ളിയാഴ്ച കോള് വരും. അപ്പുറത്തെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഫിലിം തന്നെയാണ്, ഫിലിമിലോട്ട് വരാൻ വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്തല്ല ജീവിച്ചത്. കാരണം പറഞ്ഞോ അത് ഞാനല്ല പറഞ്ഞത്, ആക്ച്വലി വേറെ ആരോ ഡബ് ചെയ്തതാ. ഹീസ് ഗോണ സ്ക്രൂ യു ഗൈസ്. സോ എനിക്ക് ആക്ച്വലി ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ആക്ടിംഗ് എന്ന് പറയുന്നത്. അത് തിരിച്ച് ആക്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. താങ്ക് യു. ഇതാണ് ചോദ്യം. They think you're cute, man. But enact the part, bro. Just say the dialogue. Imtiaz is gonna screw you guys. Thank you. മഞ്ഞുവെയിൽ ബോയ്സ് കാണാൻ എല്ലാ സെൻറ്റേഴ്സ് ഗേൾസും വരണം. അതിൽ കുറേ ബോയ്സിനെയും എല്ലാവരും നിങ്ങൾ മിസ് ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലേ? പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പും ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൊട്ടടുത്താണ് വർക്ക് ചെയ്തിരുന്നത് പണ്ട് സിഎൻസിൽ. ഈ എസ്പെഡിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇവിടെ സെക്യൂരിറ്റിയുടെ ജോലിയായിരുന്നു. വാർക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. അതേപോലെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകാൻ നേരത്ത് നോക്കാറുണ്ട് ഈ ഗേറ്റിനകത്തൂടെ. കല്യാണം കഴിച്ച കുട്ടികളായപ്പോഴും എന്തായാലും ആ നോട്ടം മാറിയിട്ടില്ല. അത് കാരണം നിങ്ങളുടെ ഇത്രയധികം നല്ലൊരു സൗന്ദര്യവും ഈ കോളേജിലുള്ള കേരളത്തിലെ ഏറ്റവും നല്ല സുന്ദരികളായിട്ടുള്ള നിങ്ങളെ കാണാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു കാണണം. താങ്ക് യു സോ മച്ച്.